സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയ്യങ്കാളി അനുസ്മരണ ദിനത്തിൽ വേടൻ വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. അതിൽ നല്ല കമൻറ്റുകൾ, ഒരു മോശം കമൻറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാം നല്ല കമൻറ്റുകളൊക്കെ തന്നെയാണ്. ഞാൻ അതിലെല്ലാ കമൻറ്റുകളും വായിച്ച് അതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് മനസ്സ് നിറഞ്ഞ, കണ്ണും മനസ്സൊക്കെ നിറഞ്ഞ ഒരുപാട് കമൻറ്റുകളുണ്ട്. അപ്പോൾ അത് എന്താണ്, ഞാൻ ആ കമൻറ്റുകളെ കാണുന്ന എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിടുന്ന ഒരു കമൻറ്റായിട്ടല്ല ഞാൻ കാണുന്നത്. മറിച്ച് വേടൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ആരാധന എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നത്. അവിടെ ആ കമൻറ്റുകൾ ഇടാനായിട്ട് ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് വലിയ കമൻറ്റുകൾ ടൈപ്പ് ചെയ്തിടുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിടുന്നതിൽ മിക്കതിലും അവർ പറയുന്നത്, വേടൻ പറയുന്നത് ശരിയാണ്, ഞാനും അടിച്ചമർത്തലിന് അല്ലെങ്കിൽ ഞാനും അടിമയാക്കലിന് ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, എൻ്റെ തൊഴിലെടുത്ത് ഞാൻ അവിടെ ഒരു അടിമത്തം അനുഭവിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേടൻ മുന്നോട്ട് വെക്കുന്ന സത്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളുടെ കമൻറ്റ് ഞാൻ കണ്ടു. ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ വേടൻ സംസാരിക്കുന്നു എന്നുള്ളത് അതിൽ കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ടതായിട്ടില്ല. ഇപ്പോഴും അത് അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് കമൻറ്റ് ഇടാൻ വന്നിട്ടുള്ള ഒരുപാട് ആളുകളെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ ചെറിയൊരു കാര്യമാണ് പറഞ്ഞത്. ഇതിനപ്പുറത്തേക്ക് ഞാൻ ഇന്ന് വന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, അഖിൽമാരാറിൻ്റെ 9 ദിവസമൊക്കെ ആയി കേട്ടോ ആ വീഡിയോ ഇറങ്ങിയിട്ട്. അഖിൽമാരാർ ഈ നാഷണൽ ഫസ്റ്റ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ആ ചാനലിൽ കൊടുത്തൊരു അഭിമുഖത്തിൽ അഖിൽമാരാർ എടുത്തു പറയുന്നൊരു കാര്യം, ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ജാതീയത വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്, ഈ പറയുന്ന ജാതി സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണെന്നൊക്കെയാണ്. നമുക്കറിയാം, ഈ അഖിൽമാരാർ എന്ന് പറയുന്നവൻ BJP ഒരു പ്രതിനിധിയായിരുന്നു എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ BJP ഒരു പ്രതിനിധിയായിട്ട് ഇവനൊരു കൊല്ലത്തോ എവിടെയൊക്കെ എന്തോ മത്സരിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ നേഷൻ ഫസ്റ്റിലെ ഒരു അവതാരകൻ സിന്ധു എന്ന് പറയുന്ന ആ സ്ത്രീയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവൻ മത്സരിച്ചതിൻ്റെ പ്രൂഫൊക്കെ അവരുടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവൻ അവിടുത്തെ BJP ഒരു പ്രതിനിധിയായിരുന്നു. അതിനുശേഷം BJP പോകാനേ താല്പര്യമില്ല, ചാണകത്തിൽ വീഴുന്ന സ്വഭാവക്കാരനല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശമാരുടെ സമരത്തിൻ്റെ സമയത്ത് മാരാർ അവിടെ പോയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഞാൻ കമ്മ്യൂണിസ്റ്റിൽ പോയാലും അല്ലെ വേറെ ഏത് പാർട്ടിയിൽ പോയാലും ചാണകക്കുഴിയിൽ വീഴില്ല എന്നാണ് മാരാർ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചത്, മാരാര് നല്ല നിലപാടുകളൊക്കെയാണല്ലോ, മാരാര് സത്യമാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ മാരാര് പറയുന്നതാണല്ലോ ശരി, അതുകൊണ്ട് മാരാരിനെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തൊരു വ്യക്തിയാണ് ഈ മാരാരെന്ന് പറയുന്നത്. പിന്നീടാണ് അറിഞ്ഞത് മാരാര് വെറും മാരണമാണെന്നുള്ളത്. വേറെ പല പേരും വിളിക്കണം. ഈ വേടൻ പാടുന്ന പാട്ടിൽ ഞാൻ പാണനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനും അല്ല, ആണല്ലോ ഒരു മൈരും ഇല്ല എന്ന് പറയുന്ന പോലെ മാരാരെ ഞങ്ങൾക്കും ഒരു മൈരും ഇല്ല, നീ എന്ത് കോപ്പ് പറഞ്ഞാലും. അതുകൊണ്ട് മാരാര് കിടന്ന് കുരയ്ക്കുകയാണ്. ഇപ്പോൾ BJP നമുക്ക് ചാണകസംഖ്യകൾ എന്ത് പറഞ്ഞാലും അതെന്തിനാണ് പറയുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ചാണകസംഖ്യകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറിക്കൊണ്ട് അവർ വേടനെതിരെ സംസാരിക്കാവുന്ന രീതിയിലുള്ള ലഹളകൾ ഉണ്ടാക്കാനായിട്ടും ഒരു വട്ടമേശ സമ്മേളനം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഈ വട്ടം ചേർന്ന് സംസാരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. ഒരു സൈഡിൽ ഒരു കൂട്ടം ആളുകളുണ്ട് ഈ പറയുന്ന വേടൻ്റെ പരിപാടികൾ അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടും വേടനെ കരിവാരിത്തേക്കാനായിട്ടും അവർ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തികൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിലും അതേപോലെ തന്നെ വേടൻ പോകുന്ന പരിപാടി സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തിൽ നിന്നും ഈ പറയുന്ന വേടനെതിരെയുള്ള ഈ പ്രക്ഷോഭം ഇവർ പൊട്ടിപ്പുറപ്പെടുവിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാരാരിൻ്റെ ഉള്ളിലെ ആ ഒരു അമർഷം മാരാരങ്ങ് പുറത്തു വിട്ടു. അപ്പം മാരാരിൻ്റെ ഉള്ളിലെ ഉന്നത കുല ജാതനം എന്നുള്ളൊരു ആ ഒരു മനസ്സിലുള്ളൊരു ധാരണ അതും പുറത്തു വന്നു. മാരാര് ആരുടെയൊക്കെ താങ്ങി കൊടുത്തുകൊണ്ടാണ് സംസാരിക്കാൻ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. എന്നിട്ട് മാരാര് പറയുന്നത് വേടൻ PR വർക്ക് ചെയ്യുകയാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നീ അല്ലടാ PR വർക്ക് ചെയ്യുന്നത്. BJP വേണ്ടിയിട്ട് അവരുടെ പൃഷ്ഠവും താങ്ങിക്കൊണ്ട് നടന്നിട്ട് നീ അല്ലടാ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. പൊന്ന് മാരാര് മോനെ, നീ ഉന്നത കുലജാതനാന്നും പറഞ്ഞുകൊണ്ട് നീ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. നീ അടങ്ങുന്ന BJP എന്ന് പറയുന്ന ചാണക സംഖ്യകളുടെ എല്ലാം മനസ്സിലുള്ള കാര്യം അത് തന്നെയാണ്. അത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് നീ അവിടെ വലിയ മറ്റേതാണെന്ന് പറയാനായിട്ട് നീ ശ്രമിക്കൊന്നും വേണ്ട. നീ എന്താണെന്നുള്ളതും നിനക്കൊരു നിലപാടും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. നിനക്കൊരു നിലപാടുള്ളവനും നിലവാരമുള്ളവനാണെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു നിലപാടും ഒരു തേങ്ങയല്ല. നീ ആർക്കോ വേണ്ടിയിട്ട് അടിമപ്പണി എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നീ ഒരു അടിമ തന്നെയാണ് മാരാരെ. നീ അടങ്ങുന്ന, നിന്റെ RSS അടങ്ങുന്ന എല്ലാ അമ്മമാരും അടിമകൾ തന്നെയാണ്. അങ്ങനെയുള്ള അടിമകൾ വന്നിട്ട് വേടനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ കുറേ സംഘിക്കുട്ടന്മാരുടെ കരച്ചിൽ ഞാൻ കണ്ടു. വേടൻ അഹങ്കാരമാണ്, വേടൻ ഭയങ്കര തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്, വേടൻ ഷോ ഓഫ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കണ്ടു. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു, റൂമിലുള്ള പയ്യനുമായിട്ട്. അപ്പോൾ അവൻ പറഞ്ഞത്, എടാ അവൻ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ആ സാമ്രാജ്യത്തിൽ നിന്നുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. ആ സാമ്രാജ്യം അവനായിട്ട് ഉണ്ടാക്കിയെടുത്തതിൻ്റേതായിട്ടുള്ള എല്ലാം അവൻ്റെ ഉള്ളിലുണ്ട്. അത് അഹങ്കാരമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതെല്ലാം അവൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവൻ എന്തുകൊണ്ട് കുറച്ചൊന്ന് സന്തോഷത്തോടെ സംസാരിച്ചുകൂടാ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഗമ കാണിച്ചുകൂടാ? ആ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളെ, അടിച്ചമർത്തപ്പെടുന്നവരുടെ ശബ്ദമായിട്ടും അവരുടെ ആശയമായിട്ടും അവരുടെ രാഷ്ട്രീയമായിട്ടും മുന്നിലേക്ക് നിൽക്കുന്ന വേടൻ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ച് ഇത്രയും വലിയൊരു മഹാത്മാവെന്നുള്ള രീതിയിൽ വരെ നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിൽ വളർന്നൊരു വേടൻ, ആ വേടൻ എന്തുകൊണ്ട് അഹങ്കരിച്ചുകൂടാ?
അവൻ ഉണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യത്തിൽ നിന്ന് അവൻ അഹങ്കരിക്കുന്നതിന് ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? അവൻ അഹങ്കരിക്കുന്നതിലല്ല ബുദ്ധിമുട്ട്. വേടൻ എന്ന് പറയുന്ന പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അവൻ അഹങ്കരിക്കുന്നതിലാണ് ഇവർക്ക് വിഷമം, അല്ലെങ്കിൽ അവൻ മുന്നിലേക്ക് വരുന്നതിൽ, ഉയർന്നു വരുന്നതിലാണ് ഇവർക്ക് വിഷമം. അതുകൊണ്ടാണ് അഖിൽമാരാരിനെ പോലെ പലതന്തയ്ക്ക് പറഞ്ഞ സ്വഭാവമുള്ളവന്മാർ ഈ പറയുന്ന പ്രസ്താവനയായിട്ട് വരുന്നത്. അപ്പോൾ അഖിൽമാരാർ എന്താണ് ഇവിടെ പറഞ്ഞതെന്നുള്ള വാർത്ത ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാം. ദളിതൻ്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ എന്തടിസ്ഥാനത്തിലാണ് ദളിതിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്? ഏത് സാഹചര്യത്തിൽ, ഏത് പോയിന്റിൽ, ഏത് അവസ്ഥയിൽ സംസാരിച്ചെന്നായി പറയുന്നത്? പണം വാങ്ങി ഒരുവൻ്റെ ദയനീയ അവസ്ഥകൾ അല്ലെങ്കിൽ കണ്ടു വളർന്ന കാഴ്ചകൾ, അതായത് അയാളുടെ പേഴ്സണൽ അനുഭവമല്ല, മറ്റനുഭവമാണ്. ഇപ്പോൾ സ്വന്തം കുമ്പായി കുച്ചാണ്ട് പാണം കത്തണില്ലമ്മ എന്ന് കലാപം മണിച്ചേട്ടൻ എഴുതി വെച്ചത് അയാളുടെ സ്വന്തം അവസ്ഥയാണ്. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടാ വരാ, ഇതൊക്കെ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ചകൾ എഴുതിയതാണ്. അല്ലാതെ മറ്റു ലോകരാജ്യങ്ങളിൽ നടക്കുന്ന അവസ്ഥകളും നമ്മുടെ നാടിൻ്റെ അവസ്ഥകളും എഴുതുമ്പോൾ വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അവൻ്റെ അവസ്ഥ, അവൻ്റെ ദയനീയതയെ വിറ്റ് ലക്ഷക്കണക്കിന് രൂപയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇത് ചോദിക്കാം, നീ ആരടാ എന്ന് ചോദിച്ചാൽ, ഞാൻ തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ സമരം നടന്ന സമയത്ത് ആ സമരവേദിയിൽ പോയി അവർക്ക് പിന്തുണ കൊടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയും സർക്കാരിനോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട ചെറിയ സാമ്പത്തിക സഹായം, എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഞാൻ. വേടനങ്ങൾ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇതുപോലത്തെ ഞാൻ പറഞ്ഞൊരു പബ്ലിക്, ഇപ്പം ഒരു ആദിവാസി സമയമാവുന്നേ ഉള്ളൂ, ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഇന്നലകളിൽ ഇവരെല്ലാം PR വർക്കുകൾ ചെയ്യാൻ വളരെ മിടുക്കരാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇതെല്ലാം ചെയ്യാം. പക്ഷേ നന്മവരം കളിക്കരുത്. പ്രശ്നമുണ്ട്, ഞാൻ കാണുന്ന ഒരു പ്രശ്നമുണ്ട്. വേടൻ ഒരിക്കലും ഒരു മാധ്യമത്തിന്റെ മുന്നിലോ ഒരു ഇന്റർവ്യൂലോ വന്നിട്ട് ഞാൻ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അയാളെ അനുകൂലിച്ച മുമ്പ് എഴുതി കേട്ടോ, അയാളുടെ പ്രശ്നം വന്ന സമയത്ത് പൊതുസമൂഹം ചാർത്തി കൊടുക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പൊതുസമൂഹത്താണോ, ഞാൻ വേടനെ അല്ല കുറ്റം പറഞ്ഞത്. ഞാൻ ഒരിക്കലും, അയാൾ പാട്ടുകാരനാണ്, അയാൾ റാപ്പറാണ്, അയാൾ എഴുതുന്ന പാട്ടുകൾ ആസ്വദിക്കാൻ ഒരു പുതിയ തലമുറയുണ്ട്, അത് അയാൾ മനോഹരമായി ചെയ്യുന്നു. ഒരുപക്ഷെ അയാളുടെ തലമുറയ്ക്ക് ഒന്നുമില്ല. അതെ, ഇന്നത്തെ പുതിയ തലമുറ ഇതൊന്നും കണ്ടിട്ടല്ല. അവർക്ക് വേടന്റെ ജാതി വിഷയമല്ല, വേടന്റെ നിറം വിഷയമല്ല, അവർക്ക് ആസ്വദിക്കാൻ പറ്റത്തക്ക ഒരു കലാകാരനാണോ അയാൾ, അയാളെ പൂർണ്ണമായും ആസ്വദിക്കുന്നു, അവർ എൻജോയ് ചെയ്യുന്നു. ഇവിടെ ആരാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിനകത്ത് അങ്ങനെ ഞാൻ ആക്ച്വലി അയാളെ പറഞ്ഞല്ല, അൾട്ടിമേറ്റ്ലി അയാളെ മുൻനിർത്തി ഇവിടുത്തെ ദളിത് സമൂഹത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആക്കി മാറ്റി അയ്യങ്കാളി പരിവേഷം കൊടുത്ത് ആരാണ് കളിക്കുന്നത്? ഈ സമൂഹത്തിനകത്തൊക്കെ ഒരു രാഷ്ട്രീയം, വേടൻ ഒരു രാഷ്ട്രീയം ബേസിക്കലി പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് വേടൻ്റെ രാഷ്ട്രീയം ചോദിച്ചു പോയി കഴിഞ്ഞാൽ അത് BJP-ക്കാർ പറയുന്ന രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കേണ്ടി വരും. പക്ഷേ അയാളെ മുൻനിർത്തി ഇവിടുത്തെ ഒരു ദളിത് രാഷ്ട്രീയം പറഞ്ഞ് ഈ സമൂഹത്തിനെ ജാതീയമായൊരു ഭിന്നിപ്പാണല്ലോ. ഇപ്പോൾ ഒരാൾ വേടനെ എതിർത്താൽ, നീ നായരായണല്ലടാ പാമ്പ് പിടിച്ചാൽ എതിർത്തല്ലേ? അങ്ങനല്ല, നമ്മൾ നായരായതുകൊണ്ടോ വേറൊരു ജാതി ആയതുകൊണ്ടല്ല എതിർത്തത്. അയാളെ എതിർക്കുന്നുമില്ല. ഇവിടെ ആരാണ് ഈ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ മുൻനിർത്തി കളിക്കുന്നത്? അല്ലെങ്കിൽ ഇന്നലകളിൽ ഒരു റേപ്പ് കേസ്, കേസിൽ എന്ത് തേങ്ങയുടെ അഖിൽമാരായിരുന്നു നീ പറയുന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നീ കാണുന്ന കാഴ്ചകളെ സംബന്ധിച്ചിടത്തോളം സത്യമായിരിക്കാം, അല്ലെങ്കിൽ നിനക്കത് സത്യമെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ നീ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നീ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടില്ല എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ അത് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നീ പറയുന്നു ജാതി എന്ന് പറയുന്ന സാധനം വേടൻ അനുഭവിച്ചിട്ടില്ലാത്തതാണ് വേടൻ വരച്ച് കാണിക്കുന്നത്, വേടനുള്ള കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ, വേടൻ ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ധാരണയില്ല. അതേസമയം മണിച്ചേട്ടൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ, ഇവിടെ മണിച്ചേട്ടനെ വലിച്ചിടുന്നത് ഒരു കാര്യമില്ല. കാരണം മണിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും മനസ്സിൽ നല്ലൊരു സ്ഥാനം കൊടുത്താണ്. നിൻ്റെയൊക്കെ ഈ പ്രസ്താവനകൾ കാരണം മണിച്ചേട്ടനെ പോലും പലരും പല രീതിയിൽ പറയേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് മണിച്ചേട്ടൻ്റെ പേര് ഇവിടെ വലിച്ചിട്ടുണ്ട്. എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, മണിച്ചേട്ടൻ്റെ ഉമ്പായി കൊച്ചാണെന്ന് പറയുന്ന പാട്ടൊന്നും മണിച്ചേട്ടൻ പാടിയതാണെന്നേ ഉള്ളൂ, മണിച്ചേട്ടൻ എഴുതിയതാണെന്നൊന്നും അല്ല. അത് എഴുതിയ ആളുകൾ വേറെയാണ്, അവരുടെ പേരുകളൊന്നും പുറത്ത് വന്നിട്ടില്ല. പിന്നീട് വീഡിയോ ഒക്കെ വന്ന സമയത്ത് മണിച്ചേട്ടൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നീ അത് മാറ്റിപ്പിടി. പിന്നെ നീ പറയുന്ന വേറെയും വരികളൊക്കെ ഉണ്ട്, അതൊന്നും മണിച്ചേട്ടൻ എഴുതിയതല്ല, മണിച്ചേട്ടൻ പാടി എന്ന് മാത്രമേ ഉള്ളൂ. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ മണിച്ചേട്ടൻ്റെ ദാരിദ്ര്യത്തെയും അതേപോലെ മണിച്ചേട്ടൻ്റെ ഈ ചുറ്റുപാടുകളെയൊക്കെയായിരുന്നു മണിച്ചേട്ടൻ ഈ വരച്ച് കാണിച്ചിരുന്നത്. ഒരിക്കലും മണിച്ചേട്ടൻ ഈ പറയുന്ന അടിമത്തത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് ഒരു പാട്ട് എഴുതിയിട്ടൊന്നുമില്ല. പക്ഷേ വേടൻ ആ അടിമത്തത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. ഇപ്പം നീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വേടൻ ഇതൊന്നും അനുഭവിച്ചില്ല എന്ന് നീ പറയുമ്പോൾ, വേടൻ അനുഭവിച്ചു വന്ന കാര്യങ്ങളെപ്പറ്റി വേടന് നല്ല ധാരണയുണ്ട്. ആ ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് വേടൻ ഈ പാട്ടുകൾ എഴുതിയത്. വേടൻ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് എഴുതിയ കവിതകൾ അല്ലെങ്കിൽ പാട്ടുകൾ റാപ്പാണെങ്കിൽ അത് വേടൻ ഈ രീതിയിലേക്ക് ഇത്രയും വലിയ സ്വീകാര്യത കിട്ടില്ല മാരാരെ. നീ പറയുന്നത് ആരെങ്കിലും നിൻ്റെ അടുത്ത് പറഞ്ഞു തന്നതായിരിക്കും നീ പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ചവച്ച് തുപ്പി തന്ന എടുത്തിട്ട് ചവയ്ക്കുന്ന നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം നീ നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. വേടൻ അവൻ അനുഭവിച്ച കാര്യങ്ങളെപ്പറ്റി ഒരു പാട്ട് രൂപേണ അല്ലെങ്കിൽ റാപ്പ് രൂപേണ എടുത്ത് അത് എഴുതി പാടി ഫലിപ്പിക്കുമ്പോൾ എന്തിനാണ് ഇത്ര മനോവിഷമം? അവനൊന്ന് ഉയർന്നു വരുന്നതിൽ നല്ല വിഷമമാണ് മാരാർക്ക്. മാരാർ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് പൈസയും കിട്ടി, ആ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞ് അവിടുന്ന് വീണ്ടും പൈസയും കിട്ടി. ഇപ്പം മിനി കൂപ്പറും അതുപോലുള്ള വലിയ വലിയ വാഹനങ്ങളും എടുത്ത് 1 ലാഖ് സബ്സ്ക്രൈബറും ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്നും കണ്ടന്റ് കിട്ടാതിരുന്നപ്പോൾ വേടനെയും കുറ്റം പറയാമെന്ന് വെച്ചു. BJP-യുടെ അടിമയല്ലടാ മാരാരെ നീ. ആ മാരാർ അല്ലെങ്കിൽ BJP-യുടെ അടിമയായിരുന്നിട്ട് പോലും രാജ്യത്തിനെതിരെ രാജ്യദ്രോഹപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയ കേസുമുള്ള
നിനക്ക് എന്ത് വാല്യൂ ആടാ മാരാരെ ഉള്ളത് വേടനെ പറ്റി പറയാൻ? ഞാൻ പലപ്പോഴും പറഞ്ഞു, നീ ഒരു രാജ്യദ്രോഹിയാണ്. വേടൻ എന്തായാലും കഞ്ചാവ് വലിച്ചെന്നേ ഉള്ളൂ, രാജ്യദ്രോഹ കുറ്റമൊന്നും വേടൻ ചെയ്തിട്ടില്ല. രാജ്യദ്രോഹ കുറ്റമെന്ന് നിങ്ങൾ പറഞ്ഞു വരുത്തുന്നത് എന്താണ്? വേടൻ ഇന്നലകളിൽ അനുഭവിച്ച, ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളവർ അനുഭവിക്കുന്ന, ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് മുന്നോട്ട് വെക്കാൻ വേടൻ ആഗ്രഹിക്കുന്ന ജാതീയതയും വർണ്ണത്തിനെയും വിവേചനത്തിനെയും അടിമത്തത്തിനെതിരെയുമാണ് വേടൻ നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള ഒരു വേടനെ നിങ്ങൾ രാജ്യദ്രോഹികളാക്കി പറഞ്ഞാലും കേരളത്തിലെ സാമാന്യ ബോധമുള്ള ഞങ്ങൾ അത് അംഗീകരിക്കില്ല. കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനങ്ങൾ അതിനെ അംഗീകരിക്കില്ല. നിന്റെ കൂടെ നിൽക്കാനായിട്ട് കുറേ ആളുകൾ കാണും. നീ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ നിഴലിന് പോലും ഒരു കറുത്ത നിറമാണ്. അതുകൊണ്ട് ഈ കറുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ അവഹേളിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമാണ്, തന്തയില്ലായ്മയാണ്. നീ പറഞ്ഞത് ഞാൻ വീണ്ടും പറയാണ്, വേടൻ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് വേടൻ പറയുന്നതെന്നാണ് നീ പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, നീ പറയുന്നത് കൊണ്ട് വേടൻ അനുഭവിച്ചിട്ടില്ല എന്നല്ല, വേടൻ അനുഭവിച്ച കാര്യങ്ങളെപ്പറ്റി വേടൻ കൃത്യമായി പറയുന്നുണ്ട്. അത് ഇന്നത്തെ തലമുറയിലുള്ളവർ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നീ ഒന്ന് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. നീ BJPയുടെ പക്ഷം ചേർന്ന് പിടിച്ച് സംസാരിക്കുന്നോ, നീ നായരായതുകൊണ്ട് സംസാരിക്കുന്നോ, അതൊന്നും അല്ല ഇവിടുത്തെ പ്രധാനം. നീ ആർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. നീ ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. നിനക്കൊരു നിലപാടുണ്ടെന്ന് വിചാരിച്ച ഞങ്ങളാണ് മണ്ടന്മാരായി പോയത്. നിന്റെ നിലപാട് ഈ പറയുന്ന അടിമകളാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അടിമകളാക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെയാണ് എന്നുള്ളത് പിന്നീട് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ അഖിൽമാരാർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന വേടൻ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല, വേടൻ ഇതൊന്നും അനുഭവിച്ചിട്ടേ ഇല്ല, വേടൻ PR വർക്കാണ്, വേടൻ ഈ ജാതീയത വിറ്റ് കാശാക്കുന്നതാണ്. എടാ, വേടൻ ഫേമസ് ആവുന്നതിന് മുൻപ് തന്നെ വേടൻ പറഞ്ഞതാണ്, ഞാൻ അംബേദ്കറിന്റെയും അയ്യങ്കാളിയുടെയും രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്, ഞാൻ അവരുടെ പാതയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്, എൻ്റെ ജാതീയത പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കേണ്ട കാര്യം എനിക്കില്ല, ഞാൻ ജാതീയത പറയുന്നതല്ല, ജാതീയപരമായിട്ട് ഞങ്ങളുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ആളുകളുടെ വിഷമങ്ങളും ആ അടിമത്തത്തിനെതിരെയുമാണ് ഞാൻ സംസാരിക്കുന്നത്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെങ്കിലും വേണ്ടേ എന്നുള്ള രീതി വേടൻ പറയുന്നുണ്ട്. പിന്നെ കാശുണ്ടാക്കാനാണെങ്കിൽ ഞാൻ കൊമേഴ്ഷ്യൽ സോങ്സ് ചെയ്യും. ആ സോങ്സ് എനിക്ക് കാശിന് വേണ്ടി മാത്രമാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമല്ല, അത് കാശിന് വേണ്ടിയാണ്. പക്ഷേ എൻ്റെ സമൂഹത്തിൽ അടിമത്തം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിട്ട് ഞാൻ ഇനിയും നിലകൊള്ളും, ഇനി അങ്ങനെ തന്നെയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നുള്ളതാണ് വേടൻ പറഞ്ഞത്. അത് വർഷങ്ങൾക്ക് മുൻപേ വേടൻ പറഞ്ഞതാണ്. അത്രയും ദീർഘവീക്ഷണമുള്ളൊരു വ്യക്തിയാണ് വേടൻ. ആ വേടനെ മനസ്സിലാക്കാനായിട്ട് ആ ഇൻ്റർവ്യൂ ഒന്നും ഇവന്മാർ കണ്ടിട്ടില്ല. ഈ അഖിൽമാരാർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ വേടൻ്റെ റാപ്പ് ഞാൻ കേട്ട് തുടങ്ങുന്നത് ഈ പറയുന്ന ഒരു പ്രശ്നം, ഞാൻ റാപ്പ് കേൾക്കുന്ന ഒരാളല്ലെന്നാണ് അഖിൽമാരാർ പറയുന്നത്. അതിന് അഖിലേ, ഈ വേടൻ റാപ്പാണ് എഴുതുന്നത്, അല്ലെ റാപ്പാണ് പാടുന്നത് നിന്നോടാരാ പറഞ്ഞത്? റാപ്പ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സ്വതന്ത്രമായിട്ട് അവർക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുന്ന ഒരു കലാരൂപമാണ് റാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് റാപ്പ് എന്നൊരു പേര് കൊടുത്തു. പക്ഷേ വേടൻ ഒരു കവിയാണ്. വേടൻ എഴുതുന്നതെല്ലാം കവിതകളാണ്. അങ്ങനെയുള്ളൊരു കവിയാണ്, അല്ലെങ്കിൽ ആ കവിതയാണ് നീ പറയുന്നത് വെറും റാപ്പ് എന്ന് പറഞ്ഞ് നീ അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. എന്തു തന്നെ ആയിക്കോട്ടെ, നിന്റെ ഈ പറയുന്ന വലിയ പ്രശംസയോ നിന്റെ അഭിനന്ദനങ്ങളോ ഒന്നും വേടന് വേണ്ട. വേടന് കേരളക്കര ഒന്നാകെ വേടന് പിന്തുണ ഉണ്ടാ. നിന്നെപ്പോലെ അടിമയല്ല വേടൻ. അതുകൊണ്ട് വേടൻ ഇനിയും രാജാവായി തന്നെ വളരും. അത് കാണുമ്പോൾ നിനക്കൊക്കെ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ അത് പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയേ ഉള്ളൂ. അതിനൊരു ശമനം ഉണ്ടാവാൻ പോകുന്നില്ല നിൻ്റെയൊക്കെ ഈ മനസ്സ് വെച്ചുകൊണ്ട്. എത്ര ദുഷിച്ച മനസ്സാടാ മാരാരാ നിന്നെ പറയാനൊന്നും ഇല്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നീ തീരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവൻ വേറൊരു ഇൻ്റർവ്യൂവിൽ ഈ പറയുന്ന വേടനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അതുകൊണ്ടൊന്ന് പ്ലേ ചെയ്യാം. ജിഞ്ചർ മീഡിയ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അഖിൽമാരാർ പറഞ്ഞത്, വേടനെ പോലെ കഞ്ചാവ് കേസിൽ ജയിലിൽ പോയ ആളൊന്നും അല്ല ഞാൻ. പക്ഷേ നീ പോയത് കഞ്ചാവ് കേസിലല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു രാജ്യദ്രോഹ കുറ്റത്തിലാണ് നീ പോയത്. രാജ്യദ്രോഹിയായിട്ടുള്ള മാരാരല്ലടാ നീ. അപ്പോൾ ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞത് വേടന്റെ രാഷ്ട്രീയമായ അജണ്ടയെന്നല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ദളിത ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് എത്രത്തോളം ശ്രമിക്കുന്നതെങ്കിൽ ആ ഇത് ഒരു രാഷ്ട്രീയ അജണ്ടയാണെന്നുള്ള രീതിയിലേക്ക് വേടന്റെ വളർച്ചയിൽ എങ്ങനെയാണ് അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പം ഞാൻ വേടനെ എപ്പോഴാണ് രോഹിത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധയിൽ വരുന്നത് റാപ്പ് സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഇത്രത്തോളം വലിയ ഷോകളും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏകദേശം എത്ര നാളുകൾക്ക് മുന്നെയാണ്? എനിക്ക് ഒരു 2-3 വർഷം. എനിക്ക് തോന്നുന്നു 2016 തോന്നുന്നല്ലോ വേടന്റെ ആദ്യത്തെ പാട്ട് സോങ് വരുന്നു. ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പൊതുവേ ഈ റാപ്പ് സോങ്ങുകൾ കേൾക്കുന്ന ഒരാളല്ല. ബിഗ് ബോസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റിനോഷിൻ്റെ 1 കോടിയിലധികം ആൾക്കാർ കേട്ടിട്ടുള്ള പാട്ടാണ് ഈ മല്ലു. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം റിനോഷ് ചെയ്ത വർക്ക് എന്താണെന്ന് സെർച്ച് ചെയ്ത് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പൊതുവേ റാപ്പ് സംഗീതം ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ റാപ്പ് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർക്കുണ്ട്. അവർക്കിടയിൽ വേടന ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വേടനെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് റേപ്പ് അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2023 ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരുന്നു. ആ പെൺകുട്ടി കോടതിയിൽ പരാതി കൊടുക്കാത്തത് കൊണ്ട് നമ്മളാരും അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചില്ല. പക്ഷേ ഇദ്ദേഹം അതിന് മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 2022 കഞ്ചാവ് കേസുമായിട്ട് പിടിക്കപ്പെട്ടു. രണ്ടാമത് വീണ്ടും കഞ്ചാവ് കേസുമായി പിടിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു പരിധി മൊത്തം എടുത്ത് നോക്കൂ. ആരെങ്കിലും കേരളത്തിൽ ഇദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് 2016 ചെറിയ രീതിയിൽ തുടങ്ങി താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്നു. പതിയെ നീ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സമൂഹത്തിലുള്ള ആളുകൾക്കല്ല ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എന്ത് തേങ്ങടാ മാരാരെ. നീ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്നുണ്ടോ? ഈ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി മോൻ്റെ മടിക്കുത്തിന് താഴെ അങ്ങ് വെച്ചാൽ മതി. അതല്ല നാട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട മാരാരെ. നീ റിനോഷിൻ്റെ പാട്ട് സെർച്ച് ചെയ്ത് കണ്ടു എന്ന് നീ പറയുമ്പോഴും അത് സെർച്ച് ചെയ്യാൻ കാണാൻ നിനക്ക് താല്പര്യമുണ്ട്. കാരണം അവൻ വെളുത്തവനായിരിക്കാം, അല്ലെങ്കിൽ അവൻ ജാതിയിൽ ഉയർന്നവനായിരിക്കാം. ഇനി ഞാൻ ജാതി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതല്ല, ആ മാരാരിൻ്റെ വാക്കുകൾ
വാക്കുകളിൽ പ്രകടമാണ് ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു ചിന്താഗതി. വേടൻ്റെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുള്ള ഒരാളല്ല, കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് എങ്ങനെ വേടനെ മനസ്സിലാക്കാൻ സാധിക്കും? അങ്ങനെ ഒരു കോപ്പും അറിയാതെ ആരെങ്കിലും എഴുതി കൊടുത്തൊരു സ്ക്രിപ്റ്റും വായിച്ചുകൊണ്ട് ആ സ്ക്രിപ്റ്റിലെ ഉള്ളടക്കം പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ നാണമില്ലടാ മാരാരെ. ആദ്യം നീ വേടൻ്റെ ഓരോ കവിതകളും എടുത്തു വെച്ച് കേട്ടു നോക്ക്. വേടൻ്റെ ഓരോ കവിതകളിലും കാണാമടാ ഇന്നത്തെ കാലത്തും ഇന്നലകളിലും ഉണ്ടായിരുന്ന ജന്മി കുടിയന്മാരുടെ വ്യവസ്ഥകളും അല്ലെങ്കിൽ അവരുടെ അവസ്ഥകളും, ഇന്ന് അടിമയാക്കപ്പെടുന്ന ആളുകളുടെ മനോവിഷമങ്ങളും, അടിമയാക്കപ്പെടാൻ മുന്നിലേക്ക് നിൽക്കുന്ന ആളുകളുടെ വിഷമങ്ങളും, അല്ലെങ്കിൽ അടിമയാക്കുന്ന തന്തയ്ക്ക് മുൻപുണ്ടായ രുടെ പ്രവൃത്തികളും എല്ലാം അത് ഇന്നത്തെ സമൂഹത്തിലും അത് പ്രകടമാണ്. ഇന്ന് സമൂഹത്തിലുള്ള ആളുകളും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വേടൻ ഇന്നലകളിൽ പറഞ്ഞു വെച്ചതും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേടൻ അതിനുവേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. അത് കേൾക്കുമ്പോൾ ഇത്ര അസഹിഷ്ണുത ഉണ്ടായിട്ട് ഒരു കോപ്പുമില്ല മാരാരെ. ബാക്കി കണ്ടുപോകാം. തന്റെ കഴിവുണ്ട്. അദ്ദേഹത്തിന്റെ ഭയങ്കര ഒരു ഓറയുള്ള ഒരു പാട്ടുകാരനാണ്. ഭയങ്കരമായ രീതിയിൽ ഓഡിയൻസിനെ ആകർഷിക്കാൻ ശേഷിയുള്ള വാക്കുകളിലും വരികളിലും അഗ്നി പടർത്താൻ ശേഷിയുള്ള ഒരു പാട്ടുകാരൻ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അയാളിലേക്ക് ഒരുപാട് പേർ ആകർഷിതരായത്. അയാളുടെ വളർച്ചയ്ക്ക് ജാതി തടസ്സമായിരുന്നു. എനിക്കിപ്പോഴും വേടന്റെ ജാതി എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. ജാതി ദളിത് ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്നു. അത് വേണം വേടനിലൂടെ മറ്റുള്ളവർ ആരോപിക്കുന്ന ആരോപണങ്ങളാണ്. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്, ഇത്രയേ ഉള്ളൂ. അതായത് ആ വളർച്ചയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അതായത് അകമ്പടിയോടെയോ അല്ലെങ്കിൽ അജണ്ടയോ ഉണ്ടായിരുന്നു? ആ വളർച്ചയ്ക്ക് ഇല്ല, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അയൽമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന കാര്യത്തിൽ ദളിത് ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ ഒരാളുടെ 5 ലക്ഷത്തിൽ നിന്നുള്ള പ്രതിഫലം 25 ലക്ഷത്തിലേക്ക് ഉയർത്തി കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? അത് ആരെങ്കിലും ഉയർത്തി കൊടുക്കുന്നത് ആരാ? ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? അല്ല, അത് രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അയ്യോ, ഒട്ടും അറിയില്ല വേടന്റെ ജാതി എന്തെന്ന് അറിയില്ല. പാവമാണ് കേട്ടോ. എന്തൊരു അഭിനയമാടാ മാരാരെ. നീ മാരാരെ നല്ല വിളിക്കണ്ട, അതിൻ്റെ കൂട്ടത്തിൽ മൈയൊക്കെ ചേർത്ത് വിളി. ഞാൻ പിന്നെ വിളിക്കുന്നില്ല, പോട്ടെ. ഒരു സോഷ്യൽ മീഡിയ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ലടാ ചെറ്റെ. എന്നാലും പറഞ്ഞു പോവാണ്. തന്തയില്ലായ്മ കാണിക്കുകയും അതിനെ അങ്ങ് മെഴുകി വേറെ തലത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന മാരാറിൻ്റെ ഒരു കഴിവുണ്ടല്ലോ. ആയത്താളം അടിക്കാൻ മാരാറിനെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. എന്തൊരു ഈ പറയുന്ന മനസ്സിലുള്ളൊരു ചിന്താഗതി ഓർക്കണം. നമ്മൾ വലിയ മറ്റേതാണ്, അവന്മാരൊക്കെ വെറും ചെറ്റകളാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഈ ചിന്താഗതി ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ടായിട്ട് മടക്കി കുത്തി അങ്ങ് താഴെ വെച്ചാൽ മതി മാരാരെ. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട പൊക്കിക്കൊണ്ട്. നിന്റെ എന്തോ ആണെന്നുള്ളൊരു വിചാരം നിനക്കുണ്ട്. നിന്നെ കേരളത്തിലെ ജനങ്ങൾ സ്നേഹിച്ചത് ഈ ബിഗ് ബോസിൽ പോയി മോഹൻലാലിൻ്റെ കൂടെ നിന്നതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ നിനക്ക് സംസാരിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ നീ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കൊള്ളരുതായ്മകൾക്കെതിരെ നീ സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ നീ വന്നിട്ട് കുറച്ചു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് നീ കാശ് കൊടുത്തു എന്ന്, വേടൻ അത് ചെയ്യുന്നില്ല എന്ന്. നീ കാശ് കൊടുത്തു എന്ന് പറഞ്ഞ് നടന്നിട്ട് കാശ് കൊടുത്തെങ്കിൽ എന്ത് പ്രയോജനമാണ് ഉള്ളത്? നമുക്കറിയാം, ഒരു കൈ ചെയ്യുന്ന ഇരു കൈ അറിയാൻ പാടില്ല എന്നൊരു തത്വമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പലരും പറയാറുണ്ട്. ഇത് മാരാര് കൊണ്ട് കാശ് കൊടുത്തിട്ട് മാരാര് എന്ന് പറയാണ് ഞാൻ കാശ് കൊടുത്തു, വേടൻ അങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ളത്. നീ കാശ് കൊടുത്തിട്ട് പറഞ്ഞു നടക്കുന്നതും വേടൻ കൊടുക്കാതിരിക്കുന്നതും ഒക്കെ ഒരുപോലെ ഉള്ളൂ. അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വേടൻ ഇങ്ങനെ ചീപ്പ് പബ്ലിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, വേടൻ്റെ രാഷ്ട്രീയം അടിച്ചമർത്തപ്പെട്ടവൻ്റെ രാഷ്ട്രീയം എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രീയം വേടൻ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ അസഹിഷ്ണുത കാണിക്കുകയും വേടനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിന്നെ പോലെയുള്ള തന്തയില്ലാത്തവന്മാരെ നമ്മൾ പിന്നെ ഏത് പേരിൽ വിളിക്കണം? ബാക്കി കണ്ടുപോകാം. അടുത്ത വരികളിലാണ് ഇത് കുറിക്കുന്നത്. അല്ല, ഞാൻ അത് എപ്പോഴാണ്, നമ്മൾ ഏത് സാഹചര്യത്തിലാണ്, എന്തുകൊണ്ടാണ് 2024 നമ്മൾ വേടനെ കുറിച്ചൊന്നും പറയാനിരുന്നു? വേടൻ റേപ്പ് കേസിൽ പെട്ടപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ 2017 ഒരു ക്രിമിനൽ പറയുകയാണ്, ഇന്നാൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. കേരള സമൂഹം ദിലീപിനെ തള്ളി പറഞ്ഞു, ഭീകരമായിട്ട് ഒറ്റപ്പെടുത്തി. ചെയ്യാൻ അയാളോട് കാണിക്കാൻ പറ്റുന്ന എല്ലാ ക്രൂരതയും കാണിച്ചു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ മലയാളത്തിലെ പല നടന്മാർക്കെതിരെയും ഇതേ ആരോപണം വന്നു. വേടനെ സമാനമായി വന്ന ആരോപണം. അതൊന്നും തന്നെ ആ നിമിഷം അല്ലെങ്കിൽ ഇന്നുണ്ടായ പീഡനം നാളെ പറഞ്ഞതല്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പിന്നീട് ഹേമ കമ്മീഷനിൽ പറയുന്നത്. വേടനെതിരെയും ഇത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ട്. പക്ഷേ വേടൻ ഇത് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട്. മാപ്പ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചായിരുന്നു ന്യായീകരണം. ഈവൻ പാർവതി തിരുവത്ത് പോലും മാപ്പ് പറഞ്ഞതിന്റെ പേരിൽ പോയി ലൈക്ക് അടിച്ചതിന്റെ പേരിൽ പിന്നീട് വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുന്ന പ്രശ്നമേ ഉള്ളൂ കേരളത്തിലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ മാപ്പ് കൊടുക്കണം. ഇനി രണ്ട്, ഞാൻ എവിടെയാണ്, അതാ ഞാൻ പറഞ്ഞത്, 2021 22 23 24 25 തുടക്കത്തിലോ നമ്മൾ ആരും വേടനെ എതിർത്തിട്ടുമില്ല. വേടന്റെ പാട്ട് അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യം വേടനും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. വേടൻ പൂർണ്ണമായും ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമാണ് വേടനെ നമ്മൾ കേരളത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ വരികളിൽ കുറച്ചും കൂടെ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ ഉണ്ട് എന്നത് മാറ്റിവെച്ചാൽ ഒരു ഭാഗത്ത് പോലും അയാളെന്ന് പറയുന്ന കലാകാരൻ നമുക്ക് നാളിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എപ്പോഴാണ് നമുക്കിത് തോന്നിയത്? ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ഒരു കഞ്ചാവ് കേസിൽ അയാൾ പിടിക്കപ്പെടുന്നു. അയാളുടെ കഴുത്തിൽ പുലിപ്പല്ല് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ഫോറസ്റ്റ് ഒരു കേസ് എടുത്തപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. ദളിതനെ സർക്കാർ പീഡിപ്പിക്കുകയാണോ? സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യമാണ്. ദളിതർക്കെതിരെയുള്ള ക്രൂരമായ പ്രശ്നങ്ങളാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് വേടൻ എന്ന് പറയുന്ന കലാകാരനെ അംഗീകരിക്കാൻ കഴിയാത്ത, അതാരാ സർക്കാരിനാണ് പറയുന്നത് കേട്ടോ, ഞാൻ പറയുന്നത് BJP-യോ കോൺഗ്രസിനെയോ അല്ല. അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ഒരു ജനരോഷം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയ വേടൻ നോക്കിയപ്പോൾ തനിക്ക് മുൻപെങ്കും കിട്ടാത്ത വിധം, തന്റെ പരിപാടിക്ക് മുമ്പില്ലാത്ത വിധം ആൾക്കാർ വരുന്നു.
മുൻപ് കിട്ടാത്ത വിധം സ്വീകാര്യത കിട്ടുന്നു. കിട്ടിയതിൻ്റെ കാരണം ഈ ജാതി കാർഡ് സോഷ്യൽ മീഡിയയിൽ അയാൾക്ക് അനുകൂലമായിട്ട് ഏതോ ഒരു വിഭാഗം ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല, യോജിക്കാനാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വേടൻ എന്നുള്ളൊരു സ്വീകാര്യത കിട്ടുന്നത് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് അല്ല. അപ്പൊ അതിന് മുൻപായിട്ടും ഇത്രത്തോളം സ്വീകാര്യത കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു വിഷയം വന്നപ്പോഴാണെങ്കിലും ജനശ്രദ്ധയെ ആകർഷിച്ചത് അല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞത് അയാൾക്ക് അവിടെ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഞാൻ പറയുന്നത് നമ്മുടെ മലയാള സിനിമയിൽ ഏതെങ്കിലും പ്രമുഖർ, ഇപ്പം മലയാള സിനിമയിൽ തന്നെ കഞ്ചാവ് മയക്കുമരുന്ന് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കരമായ ആരോപണങ്ങൾ ഇവർക്കെതിരെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇവരെയൊക്കെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തി. ഈ വേടൻ എവിടെയാണ് രാഷ്ട്രീയം പറഞ്ഞത്? വേടൻ അനുഭവിച്ച വിഷയങ്ങളാണ് വേടൻ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം വേടന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ, വേടന്റെ സമുദായത്തിൽപ്പെട്ട അല്ലെ വേടന്റെ സമൂഹത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന വിഷമങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഈ നമ്മുടെ അംബേദ്കറും അയ്യൻകാളിയും മഹാത്മാഗാന്ധിയും എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലകൊണ്ടത്? ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ ആധുനിക തലമുറയിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തി തന്നെയാണ് വേടൻ. ആ വേടനെ ജാതി പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവഹേളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൈയും കെട്ടി നോക്കിയിരിക്കാനുള്ള കഴിവുകളൊന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് അതാരും കേൾക്കുകയില്ല. പിന്നെ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും വിഷയങ്ങളും എന്താണെന്നുള്ളത് അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പോലെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ പറയുന്ന നീയൊക്കെ എത്ര കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ചാലും ആ കണ്ണടയ്ക്കുമ്പോൾ നിൻ്റെയൊക്കെ കണ്ണിൽ ഇരുട്ട് വരുന്നു, ആ കണ്ണടയ്ക്കുമ്പോൾ നിൻ്റെയൊക്കെ കണ്ണിൽ ഇരുട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള എല്ലാവരുടെയും കണ്ണിൽ ഇരുട്ടാവണമെന്നില്ല മാരാരെ. കണ്ണടച്ച് സ്വയം ഇരുട്ട് വരുത്തുന്ന പോലെയല്ല ഒരു ദേശം മുഴുവൻ അല്ലെങ്കിൽ ഒരു ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഇരുട്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വേടൻ എന്താണ് ചെയ്യുന്നത്, വേടൻ ഇനി എന്തിനു വേണ്ടിയാണ് ചെയ്യേണ്ടത്, വേടൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ വേടനുണ്ട്. വേടൻ ഒരു ഇൻ്റർവ്യൂവിലും പറയുണ്ടായി, ഈ ഒരു വർഷത്തെ എൻ്റെ ടാർഗറ്റ് എന്താണ്, അതെങ്ങനെ ചെയ്യണം, അതിനുവേണ്ടി എന്തൊക്കെ കണ്ടെത്തണം എന്നുള്ളത് വേടൻ കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും വേടൻ അവെയറാണ്. അതുകൊണ്ട് ഈ പറയുന്ന ജാതിയും മതവും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന നിന്നെ പോലെയുള്ള അല്ലെങ്കിൽ നീ അടങ്ങുന്ന ഈ പറയുന്ന വർഗീയവാദികളും ഈ ജാതി വിരോധികളും ഒന്ന് മനസ്സിലാക്കുക. ഇന്നലകളിലും ഇന്നും നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും അനുഭവിക്കുന്ന അടിച്ചമർത്തലുകൾക്കെതിരെയും അല്ലെങ്കിൽ ഈ പറയുന്ന തന്തയില്ലായ്മകൾക്കെതിരെയുമാണ് നമ്മുടെ വേടൻ എന്ന് പറയുന്ന ആ കുഞ്ഞനുജൻ അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന ആ പയ്യൻ അവൻ നിലകൊള്ളുന്നത്. അങ്ങനെ നിലകൊള്ളുമ്പോൾ അവനെ അത് ജാതീയപരമായിട്ട് കാണാതെ അവനെ ജാതി അവൻ ഉയർന്നതായിരുന്നെങ്കിൽ ഒരു പക്ഷേ മാരാരി ചേർത്ത് പിടിച്ചേനെ കേട്ടോ. ജാതിയിൽ താഴ്ന്നതും കർത്തവനും ആയതുകൊണ്ടായിരിക്കാം മാരാരി ഈ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത്. മാരാരെ വന്ന വഴി മറക്കരുത്. കാശൊക്കെ കുറേയൊക്കെ വരും, പക്ഷേ അപ്പോൾ കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പനൊക്കെ ഔസേപ്പച്ചാന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടമാകും കുട്ടിയെ. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ മാരാരും അല്ലെങ്കിൽ മാരാരിൻ്റെ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മാരാർ ആർക്ക് വേണ്ടിയിട്ടാണ് PR വർക്ക് ചെയ്യുന്നതെന്നും മാരാരിനൊപ്പമുള്ള ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും വേടനെ ഏതൊക്കെ രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിക്കും എന്നുള്ളതും. മുൻപ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് ഈ ബഹുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു കൂടുതലുമെങ്കിലും ഇതിൻ്റെ ഒരു അവസരം പ്രയോജനപ്പെടുത്തിയത് എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെയായിരുന്നു. അപ്പം ഇന്ന് വേടൻ ഇത്രയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഇതിനു വേണ്ടി നിലകൊണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദത്തിന് വേണ്ടിയിട്ട് മുന്നിലേക്ക് നിന്ന് ശബ്ദിച്ച അയ്യൻകാളിയും അംബേദ്കറും ഒക്കെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവണം, എത്രമാത്രം ഈ വേട്ടയാടലിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടാവണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ വേടൻ്റെ വിഷയം വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഇവരൊക്കെ വലിയൊരു നവോത്ഥാന നായകന്മാരായിരുന്നു, വലിയ പ്രസ്ഥാനങ്ങളാണ് ഇവർ മുന്നിലേക്ക് വെച്ചത്, ഇവരിങ്ങനെ ഇതിനു വേണ്ടി നിലകൊണ്ടു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇവരതിൻ്റെ പിന്നിൽ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇവർ എത്രത്തോളം ഇവരുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ വേടനെതിരെ സംസാരിക്കാനായിട്ടും വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ഒരു രാജ്യദ്രോഹി മുന്നോട്ട് വെക്കുന്ന രീതിയിലേക്ക് വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന അടിമകളുടെ ഈ ഒരു പ്രസ്താവനയെ നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത്? ആരും വകവെക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കുറേയൊക്കെ കുറച്ചിട്ട് വിമാനങ്ങൾ പൊക്കോളും നമ്മൾ വിചാരിച്ചാലും ഓരോ സൈഡിൽ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്ത് ചെയ്യാനല്ലേ? എന്തൊരു കഷ്ടമാണ് മാരാരാ നിൻ്റെയൊക്കെ കാര്യം. നീ അടങ്ങുന്ന ആളുകളും ഇനി നീ BJP എന്ത് തേങ്ങ ആയിക്കോട്ടെ, പക്ഷേ നിൻ്റെ ഉള്ളിലും ആ ഒരു ഉന്നത കുലജാതനം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് മാരാരെ. അതുകൊണ്ടാണ് നീ ഈ രീതി കിടന്ന് സംസാരിക്കുന്നത്. ആദ്യം ഒന്ന് വേടൻ്റെ കവിതകളൊക്കെ ഒന്ന് കേട്ട് നോക്ക്. റാപ്പെന്ന് ഞാൻ പറയില്ല, വേടൻ്റെ കവിതകൾ, ആ കവിതകൾ ഓരോന്നായിട്ട് നീ ഒന്ന് കേട്ട് നോക്ക്, ഒന്ന് പഠിച്ചു നോക്ക്. പഠിച്ചതിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ നീ ഇറങ്ങിയിട്ട് ഒന്ന് ഈ മണ്ണിലേക്കൊന്ന് ചവിട്ട്. ആ മണ്ണിലേക്ക് ചവിട്ടിയിട്ട് നീ അവിടെ ഓരോരുത്തരും ഈ കാശുകാരുടെ റെസിഡൻഷ്യൽ ഏരിയ പോയിട്ട് കാര്യമില്ല. കാശില്ലാത്തവരും പട്ടിണി പാവങ്ങളും തിങ്ങി പാർക്കുന്ന ഏരിയയിലേക്ക് നീ ഒന്ന് പോയി നോക്കണം. അവിടെ നിനക്ക് കാണാം എന്താണ് അവസ്ഥ, എന്താണ് സാഹചര്യം എന്നുള്ളത്. അത് കണ്ടിട്ട് നീ വേടൻ പറയുന്നത് ജാതി വിരുദ്ധതയാണോ, വേടൻ ഈ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ കാശ് വാരാനായിട്ട് ജാതി പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ എന്നുള്ളതൊക്കെ നീ അതിന് ശേഷം ഒന്ന് പറ. എങ്കിൽ ഞങ്ങൾ നിന്നെ അംഗീകരിക്കാം. വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ മാരാരടങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇവരുടെ ഒരു വിശകലനവും ഇവരുടെ ഈ അവലോകനവും ഇവരുടെ ഒരു അപരാധമൊക്കെ വല്ലാത്ത കഷ്ടം തന്നെയാണ്.